ഹായ് ഫ്രണ്ട്സ്, ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ്. കഴിഞ്ഞ വീഡിയോയുടെ ബാക്കി ഭാഗമായിട്ട് തേക്ക് തീർത്തിട്ടുള്ള ഉപകരണങ്ങളാണ് ഇതൊക്കെ കേട്ടോ. പൂക്കോളമുണ്ട്, തേക്കുകളാട്ടോ കാണിക്കുന്നത്. ഞങ്ങൾ താഴത്തെ കാഴ്ചയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. മുകളിലേക്ക് കയറുമ്പോൾ നിറയെ ഫോട്ടോ ആണ് കേട്ടോ എല്ലായിടത്തും. സീഡ്, വിത്ത്, മണ്ണിൽ തീർത്തിട്ടുള്ളതാണ് കേട്ടോ. അത് കുറച്ച് വലുതാക്കി ഉണ്ടാക്കി വെച്ചതാണ്. ഒരു ഗ്ലാസ്സിനുള്ളിലൊക്കെ ആക്കിയിട്ട് ചുമരിലൊക്കെ നിറയെ തേക്കിൻ്റെ ഫോട്ടോസാണ്. തേക്കിൻ്റെ ഫോട്ടോസ്, നിറയെ തേക്കിൻ്റെ ഫോട്ടോസ്. അത് കഴിഞ്ഞ് ഈ ചുമരിലേക്ക് നോക്കുമ്പോൾ അതിൻ്റെ വിത്തുകൾ ഒട്ടിച്ച് വെച്ചിരിക്കുക കേട്ടോ. വിത്തുകളാണ് ഇതെല്ലാം. നിറയെ ഫോട്ടോസ് കണ്ടോ. എല്ലാം പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം ഫോട്ടോസാണ് തേക്കിൻ്റെ. ഇത് കഴിഞ്ഞാൽ തേക്കിൽ തീർത്തിട്ടുള്ള സാധനങ്ങളാണ് ഇത് കേട്ടോ. ആനക്കൊമ്പ്, ആന ഉണ്ട്, ആനയുടെ തല, നമ്മുടെ കൊച്ചു കേരളം. ഇതേപോലെ തന്നെ ഗണ്ണ് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കുഞ്ഞിന്. അതെങ്ങനെയെങ്കിലും കിട്ടുമോ എന്നുള്ളതാണ്. സൂര്യനുണ്ട്, കുതിരയുണ്ട്, നല്ല ഭംഗിയുണ്ട് കേട്ടോ. കത്തിയാണ്, കത്തി. ഇത് ആട്ടുകട്ടിലല്ലേ, ഉണ്ടോ? ഇരിക്കാൻ പറ്റില്ല, അവിടെ കയറ് കെട്ടി വെച്ചിട്ടുണ്ട്. ഇതാ പഴയ പെട്ടികളൊക്കെ. ഇതവിടെ നിന്ന് താഴോട്ട് നോക്കുമ്പോൾ നല്ല ഭംഗിയാണ്. ആളുകളൊക്കെ ഫോട്ടോ എടുക്കുന്നുണ്ട്. ഇവിടെയൊക്കെ ഫോട്ടോസാട്ടോ, അധികമൊന്നും കാണാൻ എല്ലാ ഫോട്ടോസുകൾ തന്നെയാണ് ഇവിടെയൊക്കെയുള്ളത്. പിന്നെ ഇതാ ഇവിടെ ഞാൻ ആദ്യം വിചാരിച്ചത് ഇനി വണ്ടി വല്ലതുമാണോ. അല്ല കേട്ടോ, ചക്രം പോലെയൊക്കെ ഉണ്ടെങ്കിലും അത് ഇരിപ്പിടാണ്. പക്ഷെ നമുക്ക് ഇരിക്കാൻ പറ്റില്ല, കുഞ്ഞിന് അവിടെ ഇരിക്കണം എന്നുണ്ട്. നമുക്ക് ഇരിക്കാൻ സമ്മതിക്കില്ല, ഞാൻ അവിടെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്കിരിക്കാൻ പറ്റില്ല. ഇനി അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ പോകുമ്പോൾ ഡ്രസ്സുകൾ തന്നെയാണ്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അപ്പോൾ എല്ലാം ഒന്നും അതിൽ ഉൾപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. അപ്പം ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. മുതലയാണ് കേട്ടോ ഈ നിൽക്കുന്നത്, കുളത്തിൽ മുതല കണ്ടോ. അതിനപ്പുറത്തെ 2 പേര് ചെസ്സ് കളിച്ചുകൊണ്ടിരിക്കുക, തവളക്കുട്ടന്മാർ. വെള്ളച്ചാട്ടം ഉണ്ട് കേട്ടോ, അതൊക്കെ നല്ല ഭംഗിയാണ്. ഇവിടെ ആമ്പൽക്കുളം കണ്ടോ. അത് കഴിഞ്ഞിട്ട് കണ്ടോ ഇവിടെ ചെറിയൊരു കുളം പോലെ, അതിൽ മീനും ഉണ്ട് കേട്ടോ, നല്ല ഭംഗിയുണ്ട്. ചുവന്ന കളറുള്ള മീൻ, വലിയ മീൻ. കണ്ടോ ഇവിടെ ഇങ്ങനെ നല്ല ഭംഗിയാട്ടോ, നിറയെ ചെടികളുണ്ട്. നിറയെ ചെടിയാണ് അവിടെ, പലതരത്തിലുള്ള. ഇതിലൊക്കെ പേരുകളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. എൻ്റെ വെള്ളമാണ്, അത് നല്ല ഭംഗിയാണ് കാണാൻ. വെള്ളച്ചാട്ടം എന്താ പുറത്താണ് കേട്ടോ, പുറത്തെ കാഴ്ചകളാണ്. ഈ ഇല കണ്ടോ, വലിയ ഇല. ഇത് മൈതാനാണ്. ഇത് വേനൽക്കാലത്താണെങ്കിൽ നല്ല ഭംഗിയാണ് അവിടെ ഇരിക്കാനൊക്കെ. അപ്പോൾ മഴ ആയതുകൊണ്ട് വെള്ളമാണ്. അപ്പോൾ ഇവിടെ ഞങ്ങൾ പാർക്കിലെത്തി. കുട്ടികളുടെ പാർക്കാണ് കേട്ടോ ഇത്. മോനപ്പോൾ ഊഞ്ഞാലാടണം, അമ്പാടിക്ക്. അവന് ഊഞ്ഞാലാടിക്കൊണ്ടിരിക്കുകയാണ്. നിറയെ കുട്ടികളുണ്ട്, ഓരോ ഭാഗത്ത് നിറയെ കുട്ടികളുണ്ട്. അപ്പോൾ വണ്ടി കണ്ടു, അപ്പോൾ അതിലൊന്ന് കയറണം എന്ന് അവന്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ചിത്രശലഭങ്ങൾ, ശലഭോദ്യാനം, അത് കാണാനായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നില്ല, അത് കാണാനായിട്ട് പോയി. ഉണ്ടായിരുന്നു കേട്ടോ പൂമ്പാറ്റകൾ നിറയെ. നല്ല ഭംഗിയുണ്ട്, നിറയെ പൂമ്പാറ്റകളുണ്ട്. നമ്മൾ കൈയൊക്കെ വെച്ചാൽ കൈൻ്റെ അടുത്തൊക്കെ ഇങ്ങനെ വന്നിരിക്കും. ഇല്ല, പൂമ്പാറ്റകളുണ്ട് നിറയെ പുഴുക്കളും ശലഭപ്പുഴുക്കളും ഉണ്ട് കേട്ടോ ആ ചെടിയിലെല്ലാം. ഇവിടെ നിറയെ പുഴുക്കളാണ്, ശലഭപ്പുഴു.
ഈ ചെടികളൊക്കെ പുഴു തിന്നിട്ടുണ്ട്. എന്നാലും വലിയതായിട്ടൊന്നും കാണാനില്ല കേട്ടോ പൂമ്പാറ്റകളെ. ആ ഭാഗത്ത് കുറച്ച് കണ്ടു, പിന്നീടൊന്നും കണ്ടില്ല. പിന്നീട് ചെറിയ ചെറിയ ഓരോ എണ്ണമൊക്കെ കണ്ടുള്ളൂ. ശലഭപ്പുഴു കുറേ ഉണ്ട് കേട്ടോ. ഇങ്ങനെ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ശലഭങ്ങളുടെ ഉദ്യാനമാണ് കേട്ടോ അത്. പൂന്തോട്ടം കണ്ടോ, നല്ല ഭംഗിയാണ് കേട്ടോ നോക്കുമ്പോൾ. നല്ല പച്ചപ്പ്, നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. മഴയില്ലാത്തതുകൊണ്ട് രക്ഷപ്പെട്ടു. ഞങ്ങൾ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങുകയാണ്. നിങ്ങളുടെ വീഡിയോ കാണണം. കണ്ടാൽ മാത്രം പോരാ, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ മഴക്കാലത്തുള്ള യാത്ര അപകടമാണ്, സൂക്ഷിച്ച് വേണം നമ്മൾ പോകാനായിട്ട്. ഫോറസ്റ്റിൻ്റെ ഉള്ളിലൂടെ നമ്മൾ പോകുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ വേനൽക്കാലത്തൊക്കെ. പക്ഷേ ഈ മരത്തിൻ്റെ കൊമ്പുകൾ, മഴയൊക്കെ പെയ്യുമ്പോൾ മരത്തിൻ്റെ കൊമ്പുകൾ പൊട്ടി വീഴാൻ സാധ്യതയുണ്ട്. നമ്മൾ നന്നായിട്ട് സൂക്ഷിച്ച് തന്നെ വേണം പോകാൻ. മഴയില്ലാത്ത സമയത്ത് കുഞ്ഞുങ്ങളെയൊക്കെ കൊണ്ടുപോകുമ്പോൾ സൂക്ഷിച്ച് വേണം പോകാനായിട്ട്. അപ്പോൾ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ കാണണം, സപ്പോർട്ട് ചെയ്യണം. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരും. അപ്പോൾ അതുവരേക്കും ബൈ ബൈ.